യാത്രക്കിടയിൽ ചൂട് എന്ന് പറയുന്നത് അസഹ്യമായിട്ടുള്ള ചൂടാണ് ഇപ്പോൾ. സഹിക്കാൻ പറ്റില്ല. മറ്റന്നാൾ ഡിഗ്രിയുടെ മുകളിലാണ് നമ്മളിപ്പോഴത്തെ ചൂട് നിൽക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു മനോഹരമായ ഒരു കാഴ്ച ഞാൻ കണ്ടു. അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടക്കൽ ചാപ്പനങ്ങാടിയിലാണ്. ഇപ്പോൾ സ്കൂൾ കുട്ടി കാലമല്ലേ, അപ്പോൾ കുറച്ച് പിള്ളേരെല്ലാവരും കൂടി ചേർന്നിട്ട് അവരവൻ്റെ ജീവിതം പുനഃപ്രതിപ്പിക്കാനുള്ള ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അത് രസകരമായ ഒരു കാര്യമാണ്. ഇത്ര ചെറുപ്പത്തിലെ സ്വന്തം കാര്യങ്ങൾ നോക്കി അവരവൻ്റെ കാര്യങ്ങൾക്കുള്ള കുറച്ച് പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസ്സാരമായ കാര്യമല്ല. അപ്പോൾ നമുക്ക് അവരെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. അതിൻ്റെ പേര് നമ്മൾ ഷിബിൻ. ഇവിടെ തന്നെ വീട്. അപ്പോൾ ഏതാ ക്ലാസ് പഠിക്കുന്നത്? 8 കഴിഞ്ഞു. 9ലേക്ക് പാസ്സാവില്ലേ? അതോ അത്യാവശ്യം പഠിക്കില്ലേ? ഓക്കെ. ഞാൻ ആർക്കുണ്ട് കൂട്ടിൽ? അതിൻ്റെ പേരെന്താ? അൻസിഫ്. ഇവിടെ തന്നെ എത്തല്ല 7ക്ക്. ഒരു ബാക്കിലോട്ട് പോകുന്നതിലൂടെ ഇവിടെ വാ. ഞങ്ങളെ ഒഴിഞ്ഞിരിക്കുന്നത് ഇവിടെ വാ. നിങ്ങളൊക്കെ പാടെ ചേർന്ന് തുടങ്ങിയ സംരംഭമല്ലേ, ആൾക്കാർ കാണട്ടെ. എന്നതിൻ്റെ പേര്? ശരിയത്തല്ല 8ക്ക്. അത് ചെറുതാണെങ്കിലും ക്ലാസ് വലുതാ. ജിഷാന്. എത്രല്ല? +2 കഴിഞ്ഞ്. അപ്പം അവരെ കാണാനാണ്, ഇവരൊക്കെ കൺട്രോൾ ചെയ്യണ അല്ലേ? ഓക്കെ. ഒരു ചെറിയ ആളുടെ അടുത്ത് ഈ എത്രയാ? ഇനി 3ക്ക് ഇപ്പോഴേ കച്ചവടം തുടങ്ങി അല്ലേ? പൈസ കണ്ടാക്കണ്ട. എത്ര പെട്ടും അറിയില്ല അല്ലേ? ഓക്കെ. ഉണ്ടല്ലോ. എന്റെ പേരാ നസീബ്. നീ എത്രല്ല? അപ്പൊ നിങ്ങൾക്ക് ഈ അടുത്തുള്ള വീടുകളിലാണ് അല്ലേ? അങ്ങനെയുണ്ട് കച്ചവടക്കാരെ കൂടി പറഞ്ഞേ. എല്ലാവരും ഹാപ്പിയാ? ഇവിടെ ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് നിർത്തില്ലേ? ചിലരെടുത്തുള്ളൂ. നിങ്ങൾ ഒരാൾ കൈയടിക്കാൻ നിൽക്കണം. ഫസ്റ്റ്ക്കാരുണ്ടല്ലോ, ഒന്ന് കൈയടിക്ക്. ഒരു ക്ലാസ് ഇങ്ങനെ പിടിച്ചിട്ട് നിന്നാൽ മതി. വരും 2 മാസം നിങ്ങൾക്ക് അടിപൊളിയാണ് അല്ലേ? അപ്പോൾ എന്തായാലും അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷം. എന്തായാലും എനിക്കൊരു മുന്തിരി ജ്യൂസ് എടുക്കും. സൂപ്പറാ. എല്ലാവരും കൊടുക്കട്ടോ. ഓക്കെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വഴിക്ക് പോകുന്നവർ ഇവരുടെ കടയിൽ കയറുക, എൻജോയ് ചെയ്യുക. കുട്ടികളുടെ ഒരു എന്തായാലും പറയാം നേരം പോക്കുമാണ്, അതേപോലെ അവർക്കൊരു ഉപജീവനവും കൂടിയാണ്. നിങ്ങളെല്ലാം സാധനം സൂപ്പറാ. എങ്ങനെയുണ്ട്? ഉഷാറാണ്. ഇവിടെയൊക്കെ ഹാപ്പി ആയിട്ടുള്ള മുഖം കണ്ടോ? നിഷ്കളങ്കമായ മനസ്സുകൾ സഹായിക്കാൻ നാട്ടുകാരുണ്ട്. ഇതൊക്കെ തന്നെയാണ് മലപ്പുറം ജില്ലയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നിന്റെ പേരെന്താ? അമീസിയാദ്. എത്ര പഠിക്കുന്നത്? 8ല്. ഈ ഇതിന്റെ ഭാഗം എങ്ങനെയുണ്ട് കച്ചവടം? അടിപൊളിയാ. ഓക്കെ. ആൾക്കാർ വരുന്നില്ലേ? പേരടാ. ഇനി ഇത് നമ്മളെ വീഡിയോ കൂടി വരുമ്പോൾ എല്ലാ ആൾക്കാരും വരും കേട്ടാ. നിങ്ങൾ ഉഷാറായി കച്ചവടം നടത്തി, കള്ളത്തരൊന്നും കാണിക്കാതെ, കൃത്രിമൊന്നും കാണിക്കാതെ നല്ല സാധനങ്ങൾ മാത്രം ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുക്കുക. ആൾക്കാരുടെ അടുത്ത് വരും, നിങ്ങളെ ഭക്ഷണം കഴിക്കും, നിങ്ങളെ ഫുഡ് കഴിക്കും, നിങ്ങളെ ഡ്രിങ്ക്സ് കുടിക്കും അല്ലേ? അപ്പോൾ എല്ലാവർക്കും വൈകുന്നേരം ആകുമ്പോൾ പോക്കറ്റിൽ അത്യാവശ്യം സ്വന്തം ചിലവിലുള്ള പൈസയാവും. റെഡി? മൻസൂർപ്പാടി. GP ഒക്കെ ഉണ്ടല്ലോ അല്ലേ? എല്ലാം ഉണ്ട്. ഫുൾ ഫെസിലിറ്റേറ്റഡ് ആണ് അല്ലേ? ഓക്കെ. നിങ്ങളെല്ലാവരും അവരെ ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു.